നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. MLS ആണോ സൗദി പ്രോ ലീഗാണോ മികച്ചത്? വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളും ഉത്തരങ്ങളും ഒക്കെ ഉണ്ടാവും. ക്രിസ്ത്യാനോ റൊണാൾഡോ കഴിഞ്ഞ ഗ്ലോബ് സോക്കർ അവാർഡ് വേദിയിൽ വെച്ച് പറഞ്ഞു, സൗദി പ്രോ ലീഗ് ഈവൻ ഫ്രഞ്ച് ലീഗ് 1 മികച്ചതാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അത് വലിയ രൂപത്തിലുള്ള ചർച്ചകൾക്കും വിവാദങ്ങൾക്കും ഒക്കെ വഴിവെച്ചിരുന്നു. ഇപ്പോൾ ഒപ്റ്റ ഈ വർഷത്തെ അവരുടെ പവർ റാങ്കിങ് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. മാർച്ച് 2024 ആ ഒരു പവർ റാങ്കിങ് പ്രസിദ്ധീകരിക്കുമ്പോൾ MLS വരുന്നത് ആ പവർ റാങ്കിങ്ങിൽ 10ാം സ്ഥാനത്താണ്. അതേസമയം ഏറെ പുറകിലാണ് സൗദി പ്രോ ലീഗ് ഉള്ളത്. നമ്മളത് നോക്കുകയാണ്. ഇതിൽ ഓരോ ക്ലബ്ബുകളുടെ പ്രകടനവും കോമ്പറ്റീഷൻ്റെ ടൈറ്റും ഒക്കെ ആ ഒരു ടഫ്നെസ്സും ഒക്കെ വെച്ചുകൊണ്ടാണ് ഇത് ഈ ഒരു പവർ റാങ്കിങ് അവർ പ്രസിദ്ധീകരിക്കുന്നത്. അതനുസരിച്ച് മേജർ ലീഗ് സോക്കർ കൂടുതൽ ടൈറ്റർ കോമ്പറ്റീഷൻ ആണെന്ന് അവർ പറയുന്നു. മേജർ ലീഗ് സോക്കർ ഈസ് എ മച്ച് ടൈറ്റർ കോമ്പറ്റീഷൻ ഇൻ ടേംസ് ഓഫ് ടീം ക്വാളിറ്റി അക്കോർഡിംഗ് ടു ദി ഒപ്റ്റ പവർ റാങ്കിങ്സ്. അപ്പോൾ ടീമുകളുടെ ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ശക്തമാണ് MLS എന്നാണ് ഒപ്റ്റയുടെ ഒരു നിരീക്ഷണം. MLS 10ാം സ്ഥാനത്ത് വരുമ്പോൾ 16 സ്ഥാനങ്ങൾ കൂടി താഴെയാണ് സൗദി പ്രോ ലീഗ് ഉള്ളത്. അതായത് സൗദി പ്രോ ലീഗ് 26ാം സ്ഥാനത്തും MLS 10ാം സ്ഥാനത്തുമാണ് ഇപ്പോൾ ഒപ്റ്റയുടെ ഈ പവർ റാങ്കിങ്ങിൽ വരുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവർ തന്നെ ഇത് വിശദീകരിച്ചുകൊണ്ടുള്ള ലേഖനത്തിൽ ഒപ്റ്റ തന്നെ പറയുന്നുണ്ട്, ഓവർ ദി പാസ്റ്റ് ഇയേഴ്സ് ഓർ സോ റൊണാൾഡോ ഹാസ് ക്ലെയിംഡ് ദി സൗദി പ്രോ ലീഗ് ഈസ് ദി സ്ട്രോങ്ങർ ദാൻ MLS ആൻഡ് ഈവൻ ലീഗ് 1 എന്ന് ക്രിസ്ത്യാനോ നേരത്തെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് അങ്ങനെയാണോ അല്ലയോ എന്നറിയണമെങ്കിൽ ഭാവിയിൽ ഒരു ഗ്ലോബൽ സൂപ്പർ ലീഗോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ സൗദി അറേബ്യൻ ക്ലബ്ബുകൾ മറ്റ് എസ്റ്റാബ്ലിഷ്ഡ് ആയ റെപ്യൂട്ടബിൾ ആയിട്ടുള്ള കോമ്പറ്റീഷനുകളിൽ കളിച്ച് ക്വാളിറ്റിയുള്ള ടീമുകളോട് മുട്ടി നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. ബട്ട് ഫോർ നൗ വി ഓൺലി ഹാവ് ദി പവർ റാങ്കിങ്സ്. ഇറ്റ് വുഡ് സീം ദർ ഇസ് എ വേ ടു ഗോ യെറ്റ് ഫോർ ദി പ്രോ ലീഗ് എന്നാണ് അവരുടെ വിശദീകരണം. ചുരുക്കത്തിൽ ക്രിസ്ത്യാനോ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും അത് ടെസ്റ്റ് ചെയ്ത് നോക്കാനുള്ള മറ്റു മാർഗ്ഗങ്ങളില്ല. വമ്പൻ ടീമുകളോട് ഭാവിയിൽ സൗദി പ്രോ ലീഗിലെ ടീമുകൾ ഏറ്റുമുട്ടുമ്പോഴും അങ്ങനെയുള്ള കോമ്പറ്റീഷനുകളിൽ ഇപ്പം ഒരു ഗ്ലോബൽ ലീഗോ ഒക്കെ പോലെയുള്ള ലീഗുകളൊക്കെ വരികയാണെങ്കിൽ, സൂപ്പർ ലീഗ് പോലെയുള്ള ലീഗുകളൊക്കെ വരികയാണെങ്കിൽ അതിലൊക്കെ ഏറ്റുമുട്ടി കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ ക്ലബ്ബുകളുടെ ഒരു ക്വാളിറ്റി നമുക്ക് കൂടുതൽ വ്യക്തമായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ പക്ഷേ പവർ റാങ്കിങ് ആണ് ഉപയോഗിക്കാൻ പറ്റുന്നത്. അത് വെച്ചുകൊണ്ട് എന്തായാലും സൗദി പ്രോ ലീഗ് ഏറെ പുറകിലാണ് എന്നാണ് ഒപ്റ്റയുടെ ഒരു വിശദീകരണം. നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ആദ്യ 10 സ്ഥാനത്ത് ഒപ്റ്റ കൊടുത്തിട്ടുള്ള ലീഗുകൾ ഏതൊക്കെയാണെന്ന്. 1ാം സ്ഥാനത്ത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ്, 2ാമത് ഇറ്റാലിയൻ സീരിയ, 3ാമത് സ്പാനിഷ് ലാ ലീഗ, 4ാമത് ജർമ്മൻ ബുണ്ടസ് ലീഗ, 5ാമത് ലീഗ് 1 ഫ്രഞ്ച് ലീഗ് 1 ആണത്, 6ാം സ്ഥാനത്ത് പോർച്ചുഗീസ് പ്രീമിയർ ലീഗ, 7ാം സ്ഥാനത്ത് ബെൽജിയൻ പ്രോ ലീഗ്, 8ാം സ്ഥാനത്ത് ഡച്ച് എറേഡിയൂസി, 9ാം സ്ഥാനത്ത് ബ്രസീലിയൻ സീരിയെ, 10ാം സ്ഥാനത്ത് MLS 10ാം സ്ഥാനത്തേക്ക് വരുന്നു. നോർത്ത് അമേരിക്കയില് ലിഗ MXൽ നിന്ന്, അതായത് മെക്സിക്കൻ ഫുട്ബോളിൽ നിന്ന് US ഫുട്ബോൾ പവർ ഷിഫ്റ്റ് ചെയ്യുകയാണ്, അത്തരത്തിലുള്ള നീക്കമാണ് നടക്കുന്നത് എന്നുകൂടി ഇപ്പോൾ ഒപ്റ്റയുടെ വിശകലനത്തിൽ പറയുന്നു. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.